ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ തോൽപ്പിച്ച് തുടർച്ചയായ 4ാം വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. 17.5 ഓവറിൽ RCB ഉയർത്തിയ 164 റൺ വിജയലക്ഷ്യം പിന്നിട്ടപ്പോൾ അർദ്ധ സെഞ്ചുറിയുമായി KL രാഹുലാണ് ഡൽഹിയുടെ വിജയനായകനായത്. 53 പന്തുകൾ നേരിട്ട രാഹുൽ 93 റൺസുമായി പുറത്താകാതെ നിന്നു. 18ാം ഓവറിലെ 5ാം പന്തിൽ RCB പേസർ യാഷ് ദയാലിന്റെ സിക്സർ പറത്തിയായിരുന്നു രാഹുൽ ഡൽഹിയുടെ വിജയം ഉറപ്പിച്ചത്. എന്നാൽ അതിനുശേഷം നടത്തിയ ആഘോഷ പ്രകടനമായിരുന്നു ശ്രദ്ധേയമായത്. കൈകൊണ്ട് നെഞ്ചിലടിച്ചായിരുന്നു രാഹുലിന്റെ വിജയാഘോഷം. പിന്നീട് ഈ ഗ്രൗണ്ട് എന്റേതാണെന്ന് രാഹുൽ ആംഗ്യം കാണിക്കുകയായിരുന്നു. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ വർഷങ്ങളായി കളിച്ചു പരിചയമുള്ള രാഹുൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കർണാടകയുടെ താരമാണ്. IPL-ൽ വർഷങ്ങളോളം RCBക്ക് വേണ്ടിയും രാഹുൽ കളിച്ചിട്ടുണ്ട്. രാഹുലിന്റെ ആഘോഷത്തിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. കഴിഞ്ഞ സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിൽ കളിച്ചിരുന്ന KN രാഹുൽ മെഗാലയലത്തിനു മുൻപാണ് ക്ലബ്ബ് വിട്ടത്. തുടർ തോൽവികൾക്കു പിന്നാലെ ലക്നൗ ഉടമ സഞ്ജീവ് ഗോയങ്ക ഗ്രൗണ്ടിൽ വെച്ച് രാഹുലിനെ അപമാനിച്ചത് വൻ വിവാദമായിരുന്നു. മെഗാലയലത്തിൽ രാഹുലിനെ RCB വാങ്ങുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ താരത്തിനായി പണം മുടക്കാൻ ബംഗളൂരു ഫ്രാഞ്ചൈസി മടിച്ചതോടെ 14 കോടിക്ക് ഡൽഹി ക്യാപിറ്റൽസ് രാഹുലിനെ സ്വന്തമാക്കി. ഡൽഹിയുടെ ക്യാപ്റ്റൻ സ്ഥാനം വേണ്ടെന്ന് വെച്ച രാഹുൽ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ റോളിലാണ് കളിക്കുന്നത്. 3 മത്സരങ്ങളിൽ ഇറങ്ങിയ രാഹുൽ 2ലും അർദ്ധ സെഞ്ചുറി നേടിയാണ് ബാറ്റിംഗ് അവസാനിപ്പിച്ചത്.